ഹായ് ഹലോ. നമുക്കേ അരുണിൻ്റെ ചെറിയൊരു അഭിപ്രായം അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. അരുണിൻ്റെ അത് സൈലൻ്റ് ആക്ക്. നിൻ്റെ ചെറിയൊരു അഭിപ്രായം എനിക്കറിയണം. എന്ത് പറ്റി ഫാത്തിമ? അങ്ങോട്ടല്ല മോളെ, വിചാരിച്ച ഫോണ് പോയിന്ന്. എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഒരു ആയിഷ ജാസ്മിൻ. അപ്പോൾ ആയിഷ ജാസ്മിൻ്റെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് നിന്റെ നിലപാട് നീ മാറ്റാൻ തയ്യാറാണോ എന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ആയിഷ ഇതില്ലായിരുന്നു കമന്റ് ഇട്ടത് എന്നുള്ളത്. അല്ല, വേറെ കമന്റ് ഇട്ടിട്ടുണ്ട് ആയിഷ. അപ്പോൾ ഇതൊന്ന് വായിച്ചേ, എന്നിട്ട് അതിനുള്ള മറുപടിയും കൊടുക്കും. മേഡത്തിന് ബുദ്ധി മുട്ടിച്ച തിറ ക്ഷമിക്കണം. ഒരു കമന്റിന് ഇല്ല, ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ത്രീയാ, പരിഗണന തരൂ എന്ന് പ്രതീക്ഷയോടെ എന്ന് വെച്ചാൽ കമൻ്റ് ഇട്ട് ബുദ്ധിമുട്ടിപ്പിച്ചതിൽ ക്ഷമിക്കണം. ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുക്കെ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അവര് എന്ന് ഈ ആയിഷ ജാസ്മിൻ പറയുന്നുണ്ട്. ആയിഷ ജാസ്മിൻ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കേട്ടോ. അതായത് പ്രതീക്ഷിക്കാം. ഞാൻ അതിന്റെ ഐഡിയ ഒക്കെ ഞാൻ സൈബറിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. വിത്ത് അഡ്രസ് ഒരു അയച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം, ഒരു ചെറിയൊരു റിക്വസ്റ്റ് തൻ്റെ അടുത്ത് വെക്കുകയാണ്. അത് തനിക്ക് ഉൾക്കൊള്ളാം, ഒഴിവാക്കാം, തൻ്റേതായിട്ടുള്ള ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ തന്നെ വെച്ചിട്ടും മകനെ വെച്ചിട്ടുമാണ് ഇവ പറഞ്ഞത്. മകൻ്റേത് ഓക്കെ, ഞാൻ കുട്ടിക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. 2 മക്കളുള്ള സ്ത്രീൻ്റെ അടുത്തേക്കല്ല, 10 മക്കളുള്ള സ്ത്രീൻ്റെ അടുത്തേക്കാണ് ഞാൻ വിടുക. പിന്നെന്ന് വെച്ചാൽ ഈ 2 മക്കളും 10 മക്കളൊക്കെ സ്ത്രീകൾ മോശക്കാരാണ്, ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ മോശക്കാരാണ് എന്നുള്ള ആയിഷയുടെ തെറ്റിദ്ധാരണ. അവിടെയാണ് നിന്നോട് എനിക്ക് ദേഷ്യം തോന്നിയിട്ടുള്ളത്. അപ്പം ആ കുട്ടി പല പല പ്രശ്നങ്ങൾക്ക് നടുക്കിലുള്ള ഒരാളാണല്ലോ. അപ്പോൾ ഒരു പുതിയ പ്രശ്നം കൂടി ആയല്ലോ. എന്തായാലും ഒരാഴ്ചയിനുള്ളിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആയിഷ ജാസ്മിൻ എവിടെയാണെന്ന് വരെ. അല്ല, അപ്പം ഒരു തവണ നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ കുഴപ്പമില്ല. എനിക്ക് ആരെന്ത് പറയാനും കുഴപ്പമില്ല. എനിക്ക് ദേഷ്യം പിടിച്ചാൽ ഞാൻ പലതും പറയും. ഇന്നും അതേമാതിരി ചെറിയൊരു കച്ചറ ഉണ്ടാക്കി ഞാനൊന്നും പറഞ്ഞില്ല, എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. നമ്മളെടുത്ത് തെറ്റുണ്ടെങ്കിൽ ഓക്കെ, തെറ്റില്ലാതെ ഞാനിപ്പോൾ ഒരു തെറ്റ് ഒരാൾ ചെയ്തിട്ട് ചോദിക്കാൻ പോയടുത്തുനിന്ന് തെറ്റ് ചെയ്ത ആളെ നമ്മൾ ഷൗട്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പ്രതികരിക്കും. അപ്പോൾ ആയിഷ ജാസ്മിനെ മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സമൂഹത്തിൽ സിംഗിൾ പാരൻ്റ് ആയിട്ട് ഒരുപാട് സ്ത്രീകൾ താമസിക്കുന്നുണ്ട്. അതേപോലെ ഒരു സിംഗിൾ പാരൻ്റാണ് ഞാൻ. എൻ്റെ ഭർത്താവ് എന്നെ ഒഴിവാക്കുകയോ എനിക്ക് ചെലവിന് തരാതിരിക്കുകയോ കാരണങ്ങളോ ഒന്നുമില്ല. അല്ല, ആയിഷക്ക് മനസ്സിലാവില്ല. പല വീഡിയോസിലും ഇക്കാക്കനെ വിളിക്കുന്നത് അതല്ല ഇവിടെ വിഷയം. അപ്പം ഞാൻ സിംഗിൾ പാരൻ്റ് എന്ന് പറയുന്നത് അങ്ങ് ദുബായിൽ നിന്നിട്ടും പൈസ അയച്ച് തന്നതുകൊണ്ട് ഈ 2 കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യവും ഒരു സ്ത്രീയായ എനിക്ക് നോക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻ്റ് ഒന്നും എനിക്കില്ല. ഉള്ളത് പറയുന്നതിന് എന്താ, തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോകുന്നു. കാരണം ഞാനൊന്ന് വയ്യാതെ കിടന്നു പോയാൽ ഇതുങ്ങളുടെ ഫുഡ്, ഇവരുടെ പഠനം, ഇവരുടെ കാര്യങ്ങൾ ഒക്കെ വയ്യാതാരായി പോകുന്ന ഒരു സാഹചര്യം വരാറുണ്ട്. അതുകൊണ്ട് സിംഗിൾ പാരൻ്റായിട്ട് ഒരു 2 കുട്ടികളെ നോക്കുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പ തന്നെയാണ്. അപ്പം ആയിഷ ജാസ്മിന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആയിഷ ജാസ്മിന് ഒരു ചിന്താഗതിയുണ്ട്. ഈ സിംഗിൾ പാരൻ്റായിട്ട് നിൽക്കുന്ന ആളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നവരാരോ അവർ മോശക്കാര് എന്നുള്ള ഒരു ചിന്താഗതി കുട്ടിയുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് ആയിഷ ജാസ്മിന് എത്ര കമൻറ്റുകൾ വരുന്നുണ്ട്, എത്രത്തോളം ഞങ്ങൾ മറുപടി കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിന് മറുപടി വെക്കണം എന്ന് തോന്നിയത് ഇവനെയും മകനെയും ഉദ്ദേശിച്ചത് കൊണ്ടാണ്. മക്കളെ പറഞ്ഞ 18 വയസ്സ് കമന്റ് ഒക്കെ ഇടുന്ന ആൾക്കാർ എന്താ പറയുക, യൂട്യൂബിൽ കമന്റ് ഇടുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഫേക്ക് ഐ ഡി നമ്മൾ എന്തുണ്ടാക്കിയാലും ഫേക്ക് ഐ ഡി കണ്ടുപിടിക്കാൻ പറ്റും. ഇമെയിൽ ഐ ഡി
പിന്നെ ഫോണിൻ്റെ അതും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എങ്ങനെയായാലും പിടിക്കാം. ഇതെന്തായാലും ഒരാഴ്ചനുള്ളിൽ ഞാൻ മറുപടി തരാം കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഒരു ചിന്താഗതി കുട്ടിയുടെ മനസ്സിൽ, കുട്ടിയായിരിക്കില്ല, കാരണം മേ ബി വിവാഹം കഴിഞ്ഞതും പിള്ളേരുള്ളതുമായിരിക്കും. ഒരുപാട് പ്രശ്നത്തിൻ്റെ നടുക്കുള്ള ഒരു വ്യക്തിക്ക് മെസ്സേജ് അയക്കാനായിട്ട് സമയം കിട്ടി. എന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്? എന്തായാലും ഞാൻ വിടുന്നില്ല. ഇവനിപ്പം എൻ്റെ ജാരനോ കാമുകനോ ഭർത്താവോ ആരെങ്കിലും ആയിക്കോട്ടെ, ഈ ആയിഷ ജാസ്മിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സംഭവത്തിലേക്കും ഇവന് വരുന്നില്ലല്ലോ. വേണ്ട, ഞാനോ എൻ്റെ കുഞ്ഞുങ്ങളോ ആയിഷ ജാസ്മിനോട് ഒരു നേരത്തെ അരി, തോനെയൊന്നും പറഞ്ഞിട്ടില്ല, ഒരു നേരത്തെ അരി എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടോ? അതുമില്ല. പിന്നെ ഇത്തരത്തിലുള്ള കമൻറ്റിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഇപ്പം ആ കമൻറ്റ് ഇട്ടതിന് ശേഷം ഇപ്പം മാപ്പ് പറയേണ്ട കാര്യമുണ്ടോ? അറിയാതെ ഞാനിപ്പോൾ ഒരു കാര്യമില്ലാണ്ട് വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഒരു ചെങ്ങാനെ തെറി പറഞ്ഞു. ഓൻ്റെ ചിലപ്പോൾ ഓൻ്റെ ഫാമിലിയോ അല്ലെ ഓൻ്റെ അമ്മയും ഇവരൊക്കെ ഇരിക്കുന്നിടത്തുനിന്ന് പോയി പറഞ്ഞ് ആരില്ലാത്തരം പോയിട്ട് സോറി കേട്ടോ പറ്റിപ്പോയതാ. അല്ല, ആയിഷ ജാസ്മിൻ പബ്ലിക്കിന്റെ ഇടയിൽ വന്നിട്ടാണ് മാപ്പ് പറഞ്ഞത്. ഇപ്പം തെറ്റാണെന്ന് മനസ്സിലായല്ലോ. അതാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. ഒരു സ്ത്രീയാണ് അവർക്ക് ചെയ്തത് തെറ്റാണ് എന്നുള്ള ബോധം അവർക്ക് വന്നതുകൊണ്ട് നിനക്കൊന്ന് ക്ഷമിച്ചു കൊടുത്തൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ എന്താ വെച്ചാൽ, ഒരു പാവം ഒരു സ്ത്രീ അവരവരുടെ അവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നീ അങ്ങനെ കണ്ണിച്ചോരില്ലാത്തൊരു വ്യക്തിയാവേണ്ട ആവശ്യമില്ലല്ലോ. സ്ത്രീകളൊന്നല്ല, ഞാൻ അങ്ങനെ ആരോടും കച്ചറും കാര്യം ഒന്നും ഉണ്ടാക്കാൻ നിൽക്കലൊന്നുമില്ല. ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞാൽ അത് ആരാണെങ്കിലും ചൊറിയും. അപ്പം ഞാൻ ചെയ്യുന്നൊരു റിക്വസ്റ്റ് ആണ്, ആ കുട്ടിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. അത് പബ്ലിക്കിന്റെ ഇടയിൽ വന്ന് അത് മാപ്പ് പറയുകയും ചെയ്തു. അപ്പം ക്ഷമ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ക്ഷമിക്കുന്നതാണ് ഏറ്റവും കുട്ടി ചെയ്ത തെറ്റിനെക്കാട്ടിലും വലിയ വലിയ തെറ്റ് നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ നമ്മളെ മുമ്പിൽ വന്നിട്ട് ഒരാൾ അങ്ങനെ ഓക്കെ, അപ്പൊ അങ്ങനെയാണ് സംഭവം. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സത്യമായിരിക്കും ദേഷ്യം പിടിച്ചിട്ടുണ്ട്. കാരണം ഇന്നെ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല. കുഞ്ഞുങ്ങള് ഈ ആയിഷ ജാസ്മിനെ മോളെ, നിന്നോട് ഞാനൊരു കാര്യം പറയാം. ഓനൊന്നും എവിടെയും പോകേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ ഇഷ്ടം പോലെ കളിക്കാനും താക്കാനും സാധനങ്ങളും പൈസയും ഫുഡും എല്ലാം ഉണ്ട്. കുട്ടി ഉദ്ദേശിച്ചത് അങ്ങനല്ല. കുട്ടി ഒരു അഭിപ്രായം പറഞ്ഞു. ഈ അഭിപ്രായം അസ്ഥാനത്തായി പോയാല് ആസനത്ത് എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതാണ് ഇപ്പം ജാസ്മിന് പറ്റിയത്. അങ്ങനത്തെ ഒരു ചിന്താഗതി വേണ്ട. അല്ല, ഇടുന്നതൊന്നും കുഴപ്പമില്ല. പക്ഷേ അത് ഈ മക്കള് എന്ന് പറഞ്ഞ ആ ഒരു ഏജ് വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടാ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നീ പബ്ലിക്കിന്റെ ഇടയിൽ വന്ന് പറഞ്ഞത്, പബ്ലിക്കിന്റെ ഇടയിൽ ഞാനും പറഞ്ഞു, ഞാൻ വിട്ടു. ഞാൻ ഇവനോട് റിക്വസ്റ്റ് ചെയ്തതാണ്. കാരണം ഇപ്പം നിലവിൽ ഞങ്ങൾ കുറച്ച് കേസിൻ്റെ പുറകെയാണ്. ഒന്ന് ഷഫീന ബീബിയുടേതും ഒരു ഉത്തരാവുണ്ണിയിലേക്കും. അതിൻ്റെ കൂടെ ഇതും കൂടി കൊണ്ടുവന്നെടുക്കാൻ വലിയ ഒരു പേപ്പർ കൂടി അധികം പിടിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നീ ഇങ്ങനെ പബ്ലിക്കിൻ്റെ ഇടയിൽ വന്ന് പറഞ്ഞതുകൊണ്ട് തൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നത് കൊണ്ടും ഞാൻ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിട്ടേക്കാൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇനി ഇങ്ങനെ കമൻ്റ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെക്കുറിച്ച് ഒരു കമൻറ്റും ഇടാൻ പോവണ്ട കേട്ടോ. ഞങ്ങളെയൊക്കെ തെറി വിളിക്കും പോലെ, ഞങ്ങളെയൊക്കെ തോന്നിയാസം വിളിക്കും പോലെ. നാളെ ഈ കമന്റിന് താഴെ വേണമെങ്കിൽ എന്തായാലും ആയിഷ ജാസ്മിനെ തെറി പറഞ്ഞു ഒരു കുഴപ്പമില്ല. കാരണം ഞമ്മക്ക് ശീല. അപ്പം അതുകൊണ്ട് നിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഇനി ഇതോടത്ത് നീ ഇന്നത്തെ ഒരു ദിവസം നീ ഉറങ്ങാതിരിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ചെയ്തിടുന്നത്. അതുകൊണ്ട് ഇവൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. കഴിയുമെങ്കിൽ ഇനിയും ഇങ്ങനത്തെ കമൻറ്റുകൾ എവിടെയും പോയിട്ടിടാൻ ആരുടെ മക്കളെ കുറിച്ച് പറയാൻ നിൽക്കരുത്. നിന്റെ മക്കൾക്ക് മാത്രം എന്താ പറയാ മുൻഗണന കൊടുക്കണം. എല്ലാ മക്കളും ഒരുപോലെ. കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയും പോലെ എല്ലാ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾ വലുതാണ്. അതുകൊണ്ട് ആരുടെയും കുഞ്ഞുങ്ങളുടെ താഴെപ്പോ ഇന്നത്തെ കാര്യം ഉണ്ടായി. ഇവിടെ പോലെ നായിക്കില്ല മറ്റുള്ള അമ്മമാരോട്ടോ, ചിലപ്പം കയറി അങ്ങ് ചൊറിയുകയും ചെയ്യും. അതുകൊണ്ട് അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് ചെയ്യാം. ഇവിടെ ചിലപ്പോൾ പാവം തോന്നിയിട്ട് വിട്ടമാരായിരിക്കില്ല മറ്റുള്ളവർ.
അപ്പോൾ കയറി ചൊറിയുമ്പോൾ ആളും തരം നോക്കി ചൊറിഞ്ഞു വേണ്ടി. അപ്പോൾ ജാസ്മിനെ ഈ കാര്യം ഞങ്ങൾ വിട്ടിട്ടുണ്ട്. ഏതായാലും വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നില്ല, കാര്യം ഞങ്ങൾ വിട്ടിട്ടുണ്ട്, പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നീ സേഫാണ്, ഇനി മേല ഇങ്ങനത്തെ കമൻറ്റുകളിലെ വയ്യേക്ക് പോവാതിരിക്കും. ഓക്കെ, സേഫ് എന്നുള്ള എന്താണെന്ന് വെച്ചാൽ ഇവളിപ്പോൾ പറഞ്ഞ വീഡിയോ ഉണ്ടെങ്കിൽ ആര് ജാസ്മിൻ ഏത് ജാസ്മിൻ ആർക്കും അറിയോ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം എന്നാ ശരി എല്ലാവരോടും.